5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 500-ലധികം വീഡിയോസ് അപ്ലോഡ് ചെയ്തു. ധാരാളം ആളുകൾ ഇത് കാണുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിൻ്റെ വ്യൂവർഷിപ്പിൽ വന്നിട്ടുള്ളത്. സബ്സ്ക്രൈബേഴ്സും ഓരോ ദിവസവും കൂടി വരുന്നുണ്ട്. അതിലുള്ള നന്ദിയും സ്നേഹം അറിയിക്കുന്നു. ഭരണകൂടങ്ങളെയും അത് കേന്ദ്ര ഗവൺമെൻറ് ആയാലും സംസ്ഥാന ഗവൺമെൻറ് ആയാലും ഭരണവ്യവസ്ഥയെ പലപ്പോഴും നമുക്ക് വിമർശിക്കേണ്ടി വരും. നടക്കുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഒരു മാധ്യമരംഗത്ത് നിൽക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോസും കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് ഏതെങ്കിലും പക്ഷമാണോ എന്ന്. ഒരു പക്ഷവുമില്ല, ജനപക്ഷം മാത്രം. ഞാൻ ഇത്രയും ആമുഖമായി പറഞ്ഞത്, ഇന്ന് എനിക്കൊരു വോയിസ് മെസ്സേജ് വന്നു. വളരെ വേദനയോട് കൂടിയാണ് ഒരു വനിതാ പ്രിൻസിപ്പാളിൻ്റെ ഒരു മെസ്സേജാണത്. ഒരു മാധ്യമ പ്രവർത്തനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിവരങ്ങൾ ഒളിച്ചു വെക്കണം, അല്ലെങ്കിൽ സോഴ്സ് പറയാൻ പാടില്ല എന്നാണ്. കാരണം വീണ്ടും സോഴ്സ് കിട്ടാൻ ബുദ്ധിമുട്ട് വരും. സോഴ്സ് തന്നവർക്ക് ജോലിയിൽ പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് സോഴ്സ് വെളിപ്പെടുത്താനാകില്ല. പക്ഷേ എനിക്ക് വന്ന ആ വോയിസ് കുറച്ച് പ്രതിഷേധാർഹവും വേദനാജനകവുമാണ്. എന്നോട് ആ വോയിസ് പറഞ്ഞിരിക്കുന്നത്, സാറിൻ്റെ വീഡിയോസ് പലതും ഞങ്ങൾ കാണാറുണ്ട്. വീട്ടിലും നാട്ടിലുമൊക്കെ പലരും ഞങ്ങളുടെ സുഹൃത്തുക്കൾ കാണാറുണ്ട്. ഞാനിന്ന് വളരെ വേദനയുള്ളൊരു വിഷയമാണ് സാറിൻ്റെ ശ്രദ്ധയപ്പെടുത്തുന്നത്. ഞങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് നല്ല മാർക്കൊക്കെ വാങ്ങി ഡോക്ടറേറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഹയർ സെക്കൻഡറി അധ്യാപകരായി പ്രിൻസിപ്പാൾമാരായി. അതിലൊരു പ്രിൻസിപ്പാളാണ് ഞാൻ. ഞങ്ങളിപ്പോൾ പട്ടിപ്പണി ചെയ്യണോ? രാവിലെ സ്കൂളിൽ ചെന്നപ്പോൾ കുറച്ച് തലേ ദിവസം തന്നെ സ്കൂളിൽ കുറേ പട്ടികളുടെ ശല്യമുള്ള സ്കൂളാണ്. കുറേ പട്ടികൾ അവിടെ കാഷ്ടിച്ചിട്ടിട്ട് പോയി. അപ്പോൾ രാവിലെ വന്നപ്പോൾ അത് എടുത്തു മാറ്റാൻ കഴിയുന്നില്ല. റൂമിൻ്റെ ഫ്രണ്ടിലാണ്. അത് എടുത്ത് മാറ്റണം. സമയം കഴിയുന്നിടത്തോടെ നാറ്റം, അതിൻ്റെ ഗ്യാസ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. എന്നെ കാണാൻ വരുന്നവർക്ക് അത് ബുദ്ധിമുട്ടാകുന്നു. അങ്ങനെ ഞാൻ എൻ്റെ സ്കൂളിലെ തന്നെ വൈസ് പ്രിൻസിപ്പാളിൻ്റെ നേതൃത്വത്തിലുള്ള പിന്നെ പിയൂണുമാരെയും മറ്റ് അറ്റൻഡർമാരെയും ഒന്ന് വിളിച്ച് ഇതൊന്ന് ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞു. അവരത് ചെയ്തില്ല. പിന്നെ ഞാൻ തന്നെ എണീറ്റത് ചെയ്യേണ്ടി വന്നു. എനിക്കൊരു വലിയ മാനസിക സംഘർഷമുണ്ടായി. ഞാൻ എന്തിനാണ് ഇത്തരം പണികളൊക്കെ ചെയ്യുന്നത്? അവർ ചെയ്യാത്തതിലല്ല, അവർ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ കൂടെ പോയി ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ കൂടെ അതിന് നേതൃത്വം കൊടുക്കുമായിരുന്നു. പക്ഷേ അവർ ചെയ്യാതിരിക്കുകയും എനിക്ക് വേണമെങ്കിൽ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമുണ്ടായി. ഇതിൻ്റെ ചില പ്രശ്നങ്ങൾ സാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത്. ഇനി ഞാൻ കഥയിലേക്ക് വരാം, പ്രധാന ഭാഗത്തിലേക്ക് വരാം. അപ്പോഴാണ് ഞാൻ ഇതിനെ സംബന്ധിച്ചൊരു അന്വേഷണം ആരംഭിച്ചത്. ഏകദേശം ഗവൺമെൻറ് സ്കൂളുകളെന്ന് പറയുന്നത് 819 ഗവൺമെൻറ് സ്കൂളുകളിലും 845 എയ്ഡഡ് സ്കൂളുകളിലും 359 അൺഎയ്ഡഡ് സ്കൂളുകളിലും സ്പെഷ്യൽ സ്കൂളിൽ 19-ലുമായിട്ട് 2075 സ്കൂളുകളിൽ ഹയർ സെക്കൻഡറി ഉണ്ട്. പിന്നെ വൊക്കേഷണൽ സെക്കൻഡറി വേറെ ഉണ്ട്. അപ്പോൾ ഇതിൽ ആകെ 7223 ബാച്ച് ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. മുൻപ് കാലത്താണെങ്കിൽ പ്രിൻസിപ്പാൾമാർ, സാധാരണ ടീച്ചർമാർ 16 മണിക്കൂർ ഒരാഴ്ചയിൽ പഠിപ്പിക്കണം. പക്ഷെ പ്രിൻസിപ്പാൾ ആയി കഴിഞ്ഞാൽ 8 മണിക്കൂർ പഠിപ്പിച്ചാൽ മതി. പ്രിൻസിപ്പാൾ ആവുന്ന ആൾ 8 മണിക്കൂർ പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ അവർക്ക് 2 ലാബ് അസിസ്റ്റൻ്റന്മാരെ കൂടെയാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു 2 ലാബ് അസിസ്റ്റന്റുമാരും ഒരു പ്രിൻസിപ്പളുമാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഉണ്ടാവുക. അതേസമയം ഹൈസ്കൂൾ വിഭാഗത്തിൽ HM ആയിരിക്കുന്നവർക്ക്, അവരിപ്പോൾ വൈസ് പ്രിൻസിപ്പളാണ്, പക്ഷേ വൈസ് പ്രിൻസിപ്പളായിരിക്കുന്ന HMന് ബാക്കി സ്റ്റാഫ് എല്ലാം വൈസ് പ്രിൻസിപ്പളിൻ്റെ സംവിധാനത്തിലാണ് ഉള്ളത്. ഇവിടെ ഒരു വലിയ പ്രശ്നമുള്ളത് DDO, അതായത് ഡ്രായിങ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് ഓഫീസർ ആര് എന്നതിനനുസരിച്ച്, അതായത് ശമ്പള ബില്ല് എഴുതുന്നതും ശമ്പള ബില്ല് മാറിക്കൊടുക്കുന്നതും അതിൽ ഒപ്പിടുന്നതും ആരെന്നനുസരിച്ചാണ് സ്കൂളുകളിൽ ജോലികൾ വിഭജിക്കപ്പെട്ടു പോകുന്നത്. ഹൈസ്കൂളുകളിൽ നിന്ന് വന്നിട്ടുള്ള സ്റ്റാഫുകളെല്ലാം, അത് പിയൂണായാലും അറ്റൻഡർ ആയാലും അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് എല്ലാം തന്നെ ഇപ്പോഴും DDO എന്ന് പറയുന്നത് പഴയ HM ആയിട്ടുള്ള ഇപ്പോഴത്തെ വൈസ് പ്രിൻസിപ്പൾമാരാണ്. അപ്പോൾ അവരിൽ നിന്ന് ശമ്പളം ഒപ്പിട്ട് വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് അവരോടാണ് വിധേയത്വമുള്ളത്. ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഇരിക്കുന്ന പ്രിൻസിപ്പാൾമാർ ഹയർ സെക്കൻഡറിയിലെ പ്രിൻസിപ്പാളിൻ്റെയും അവിടെ സ്റ്റാഫ് ഉണ്ടെങ്കിൽ മറ്റേ ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെയും പിന്നെ ലാബ് അസിസ്റ്റൻ്റുമാരുടെയും ഇതാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് പിയൂണോ അറ്റൻഡറോ മറ്റ് സംവിധാനങ്ങളില്ല. ഇതൊരു വലിയ ദുരിതമാണ്. അപ്പോൾ അതുകൊണ്ട് സ്കൂളിലെ എല്ലാ പണിയും, അവർ പറഞ്ഞ ഭാഷ ഞാൻ ഉപയോഗിക്കുന്നത് പട്ടിപ്പണി, എല്ലാ പട്ടിപ്പണിയും ചെയ്യേണ്ടത് ഈ പ്രിൻസിപ്പാളിൻ്റെ ഒരു ചുമതലയായി വരുന്നു. അവർക്കത് ചെയ്യുന്നതിലല്ല വിഷമം, പക്ഷെ വീട്ടിൽ പോയാലും അവർക്ക് റെസ്റ്റ് എടുക്കുവാനോ ഒരുപാട് വർക്കുകൾ, അസൈൻമെൻറ്റുകൾ ധാരാളമുണ്ട്. പ്രിൻസിപ്പാൾ എന്ന് പറയുന്ന വളരെ മനോഹരമായൊരു പോസ്റ്റാണ്. അതിൽ ഒരുപാട് ഹയർ സെക്കൻഡറിയിൽ ഒരേ സമയം ഒരുപാട് പേർക്ക് ജോലി കിട്ടിയതുകൊണ്ട് ധാരാളം ചെറുപ്പക്കാർ, ഇപ്പോൾ വലിയ വയസ്സൊന്നും ആകാത്ത ആളുകൾ പ്രിൻസിപ്പാൾമാരായിട്ടുണ്ട്. പക്ഷെ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ മാനസിക സംഘർഷത്തിലാണ്. അവർക്ക് പിയൂണിനെ കൊടുക്കുന്നില്ല, മറ്റ് സംവിധാനങ്ങൾ കൊടുക്കുന്നില്ല. ഇനിയുമുണ്ട് പ്രശ്നങ്ങൾ. ഹൈസ്കൂൾ വിഭാഗക്കാർക്ക് എല്ലാ സ്കൂളിലും DDമാരുണ്ട്. എല്ലാ ജില്ലയിലും 14 ജില്ലയിലും DDമാരുണ്ട്.
അതേസമയം ഹയർ സെക്കൻഡറിക്കാരെ സംബന്ധിച്ചിടത്തോളം റീജിയണൽ ഡയറക്ടർമാരാണുള്ളത്, പല ജില്ലകൾ ഡെപ്യൂട്ടി ഡയറക്ടർമാരാണുള്ളത്, പല ജില്ല 2-3 ജില്ലയ്ക്കും ആണ് ഒരാളുള്ളത്. DPI ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് വിളിച്ച് പറയും, ഏതെങ്കിലും പ്രിൻസിപ്പാളിന് മാനസിക ബുദ്ധിമുട്ടുണ്ടായാൽ അല്ലെങ്കിൽ പ്രിൻസിപ്പാൾ ആവശ്യപ്പെട്ടാൽ സഹായം കിട്ടിയില്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയും. അങ്ങനെ റിപ്പോർട്ട് ചെയ്താൽ പിന്നെ ഏതെങ്കിലും പിയൂണിനെയോ അറ്റൻഡറെയോ അല്ലെങ്കിൽ ആർക്കെതിരെ, ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറയുന്നില്ല, ആർക്കെങ്കിലും എതിരെ ഒരു കത്ത് DPIക്ക് അയച്ചാൽ പിന്നെ ആ പ്രിൻസിപ്പാളിന്, പ്രത്യേകിച്ച് വനിതകൾക്കൊക്കെ അവിടെ ഇരിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. മാത്രമല്ല മറ്റ് ജില്ലകളിൽ നിന്ന് വേറെ ജില്ലകളിൽ പോയി ജോലി ചെയ്യുന്നവർക്കൊന്നും ഒരു കാരണവശാലും അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല HMഉം വൈസ് പ്രിൻസിപ്പളും തമ്മിലുള്ള ഒരു മാനസിക ഐക്യമില്ലാത്ത സ്ഥലങ്ങളിൽ ഇത് വലിയ പ്രശ്നമാണ്. എഴുതി കൊടുക്കാനൊക്കെയാണ് പല HMമാരും പറയുന്നത്. HM മീൻസ് വൈസ് പ്രിൻസിപ്പൾ. നിങ്ങൾ എഴുതി തരൂ ആരുടെ സേവനം വേണമെന്ന്, എത്ര സമയത്തേക്ക് ആരുടെ സേവനം. ഇതൊരു വലിയ അധികാര വടംവലിയുടെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഡ്രായിങ് ആൻഡ് ഡിസ്പേഴ്സ്മെൻറ്റ് ഓഫീസർ ഒരാളാക്കി കഴിഞ്ഞാൽ ആരെ ആക്കണമെന്നുള്ളത് ഞാൻ ചർച്ച ചെയ്യുന്നില്ല. അത് യൂണിയൻകാരും മറ്റുള്ളവരും തമ്മിലൊക്കെ ചർച്ച ചെയ്ത് നടത്തേണ്ട കാര്യമാണ്. ഞാൻ ഒരാളിനെ ആക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ആരെങ്കിലും പക്ഷപാതിത്വം പിടിക്കും. എന്നെ സംബന്ധിച്ച് ഒരാളിനെ ആക്കണമെന്നുള്ള നിർബന്ധമില്ല. ആരെങ്കിലും ഒരാളെ ആക്കണം. ഡ്രായിങ് ആൻഡ് ഡിസ്പേഴ്സ്മെൻറ്റ് ഓഫീസർ ആരെയാണോ ഒരാളായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ കീഴിലായിരിക്കും ശമ്പളം വാങ്ങുന്ന, ഒപ്പിടുന്ന. അപ്പോൾ ആ സമയത്തെങ്കിലും ശമ്പള ബില്ല് ഒപ്പിടുന്ന സമയത്തെങ്കിലും ഒന്ന് പിടിക്കാൻ പറ്റും, അവരോട് ചോദിക്കാൻ പറ്റും. പക്ഷെ ഇപ്പോഴങ്ങനെ നടക്കുന്നില്ല. വല്ലാത്ത പണി. സ്കൂളിലെ പിയൂണിൻ്റെ ജോലി, അസിസ്റ്റൻറ്റിൻ്റെ ജോലി, മറ്റെല്ലാ വർക്കും ചെയ്യേണ്ടുന്ന രീതിയിലേക്ക് പ്രിൻസിപ്പാൾമാരുടെ ജോലി ഭാരം കൂടുന്നു. മാത്രമല്ല ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ വർക്ക് ചെയ്യുന്നത് കൊണ്ടും വീട്ടിൽ പോയാൽ ഒരുപാട് അസൈൻമെൻറ്റ് ചെയ്യുന്നത് കൊണ്ടും ഒരുപാട് സ്ത്രീകൾക്കും അതുപോലെ തന്നെ പുരുഷന്മാർക്കും മാനസിക സംഘർഷം വരെ വരുന്ന, കുടുംബജീവിതത്തിന് പോലെ താളം തെറ്റുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോകുന്നു. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മന്ത്രിയും DPIയും ഇത് കാണുമെന്ന് കരുതുന്നു. ഇതിന് അടിയന്തരമായി പരിഹാരമുണ്ടാക്കണം. ഏകീകരണം എന്നൊക്കെ പറഞ്ഞാൽ ഏച്ചുകെട്ടലല്ല, ഏച്ചുകെട്ടിയാൽ മുഴച്ചിരിക്കും. അത് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മളൊരു സംവിധാനത്തിൽ നിന്ന് മറ്റൊരു സംവിധാനത്തിലേക്ക് പോകുമ്പോൾ സാലറി പോലുള്ള കാര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊടുക്കുക, പക്ഷേ ബാക്കി എല്ലാ അധികാരവും പ്രൊട്ടക്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ രണ്ടായി നിലനിർത്തുക തന്നെയാണ് നല്ലത്. ഏകീകരിക്കേണ്ട കാര്യമില്ല. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഖാദർ കമ്മിറ്റി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കമ്മിറ്റികളുടെ ശുപാർശ എന്നൊക്കെ പറഞ്ഞ് ഏകീകരിക്കും. ജനങ്ങൾ നോക്കുമ്പോൾ ഒരു DPIയുടെ കീഴിലാണ് ഇതെല്ലാം ഏകീകരിച്ചിരിക്കുന്നു, മധുര മനോഹര സുന്ദരമാണ് എന്ന് തോന്നും. എന്തിനാണ് ഈ സംവിധാനങ്ങൾ ഏകീകരിക്കുന്നത് ചോദിച്ചാൽ കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കാനാണ്. ഇവിടെ അത് നടക്കുന്നില്ല. അത് മാത്രമല്ല വലിയ മാനസിക സംഘർഷമാണ് ഉണ്ടാകുന്നത്. ഇതിനിടയിൽ സ്കൂളുകളിൽ വഴക്ക് നടക്കുന്നുണ്ട്, തല്ല് നടക്കുന്നുണ്ട്, പോര് നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വലിയ പ്രതിസന്ധിയാണിത്. അനേക സ്കൂളുകളിൽ അത്ര വലിയ വിഷയമല്ല, കാര്യം മാനേജ്മെൻറ്റ് ഇതിനകത്ത് ഇടപെടുകയും ആവശ്യമായ സേവനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യപ്പെടുന്നു. പക്ഷേ ഗവൺമെൻറ് സ്കൂളുകളിലാണ് ഇത് വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത്. ചില മാനേജ്മെൻറ്റ് സ്കൂളുകളിലും ഇതുണ്ട്, എയ്ഡഡ് സ്കൂളുകളിലും ഇത് കാണുന്നു. എന്തായാലും ഇത് വലിയൊരു സാമൂഹ്യ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും മന്ത്രിയും DPIയും എല്ലാം ഇത് ശ്രദ്ധിക്കുമെന്ന് തോന്നുന്നു. നമ്മുടെ യൂണിയൻ നേതാക്കൾ അല്ലെങ്കിൽ സർവീസ് സംഘടനയുടെ ആളുകളും ഇത് വളരെ ഗൗരവമായി എടുക്കുമെന്ന് തോന്നുന്നു. ഡ്രായിങ് ആൻഡ് ഡിസ്പേഴ്സ്മെൻറ്റ് ഓഫീസർ ഒന്നാക്കുന്നതിനെക്കുറിച്ചും റീജിയണൽ ഡയറക്ടറും ഓരോ ജില്ലയ്ക്കും ഡെപ്യൂട്ടി ഡയറക്ടർമാരൊക്കെ വയ്ക്കുന്നതിനൊക്കെ മാറ്റി ഒറ്റ ഘടനയുടെ കീഴിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നതാണ് ഏകീകരണം. ആ നിലയിൽ കാര്യങ്ങൾ മാറ്റിയാൽ തീർച്ചയായിട്ടും ഇന്നത്തേക്കാൾ കൂടുതൽ സൗകര്യപ്രദമായി പ്രവർത്തിക്കാൻ കഴിയും. ഒരു കാര്യം കൂടെ പറയട്ടെ, പ്രിൻസിപ്പാൾമാർക്ക് 8 മണിക്കൂർ പഠിപ്പിക്കുമ്പോൾ HMമാർക്കും പഠിപ്പിക്കണം എന്നൊരു വാദം പറയാറുണ്ട്. പക്ഷേ HMമാർക്ക് പലപ്പോഴും പഠിപ്പിക്കേണ്ടി വരുന്നില്ല. കാരണം ആ സ്കൂളിൽ മറ്റൊരുപാട് സബ്ജക്റ്റുകൾ, സോഷ്യൽ സയൻസോ അല്ലെങ്കിൽ മറ്റ് സബ്ജക്റ്റുകൾ പഠിപ്പിക്കാൻ ധാരാളം ടീച്ചർമാരുണ്ടായിരിക്കും. ഹയർ സെക്കൻഡറി സംബന്ധിച്ചിടത്തോളം ടീച്ചർമാരുടെ എണ്ണം കുറവാണ്. അതുകൊണ്ട് അവർക്ക് അത് ഷെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ HMന്, അതായത് ഇപ്പോഴത്തെ വൈസ് പ്രിൻസിപ്പാളിന്, പഴയ HMന് വർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അവർക്ക് വർക്ക് കൂടുതലുണ്ടെങ്കിൽ മറ്റ് ടീച്ചർമാരെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ചിട്ട് മഹാഭൂരിപക്ഷം HMമാർക്ക് ക്ലാസ് എടുക്കേണ്ട സ്ഥിതി അല്ല ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. HMമാരിൽ നിന്ന് എനിക്ക് വിവരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരു ആൾ തന്നിട്ടുള്ള വിവരം വെച്ചിട്ട് എടുത്ത മറ്റ് വിവരങ്ങൾ, കണക്കുകളും ഡേറ്റയും വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരണങ്ങളും വസ്തുതകളും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീഡിയോസ് ചെയ്യാം. ഇതിൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് നന്മയുള്ള നല്ല ഒരു വിദ്യാലയ അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്.